Hi everyone, this is Ramya from TEMLA, Kolancheri. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൺക്ലൂഷൻ എഴുതി കഴിയുമ്പോൾ അവിടെ ഡിസ്ചാർജ് പ്ലാനിൽ തന്നിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യേണ്ടതല്ല. പകരം ചില ഇൻഫർമേഷൻസ് ആയിരിക്കും അത് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ചില കുട്ടികൾക്ക് അതിലൊരു കൺഫ്യൂഷനുണ്ട്. അവർ ചിലപ്പോൾ എല്ലാ ഇൻഫർമേഷനും റിക്വസ്റ്റ് ആയിട്ട് അങ്ങ് വെക്കും. പക്ഷേ അതിൽ ചിലതൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ഓൾറെഡി അറേഞ്ച് ചെയ്തേക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് ഇൻഫോം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് കണ്ടന്റ് എന്ന് പറയുന്ന ക്രൈറ്റീരിയയ്ക്ക് 10% സ്കോർ കിട്ടത്തുള്ളൂ. കണ്ടന്റിന് നമുക്ക് 7 സ്കോറാണ് വരുന്നത്. അത് കംപ്ലീറ്റ്ലി കിട്ടണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. എന്തൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം? യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഓൾ ഇൻഫർമേഷൻ ഹാസ് ടു ബി പ്രൊവൈഡ് ടു ദ റീഡർ സോ ദാറ്റ് ഹി ക്യാൻ പ്രൊവൈഡ് ആൻ അപ്രോപ്രിയേറ്റ് കെയർ ടു ദ പേഷ്യൻറ്റ്. അതുപോലെ തന്നെ all the informations which you have provided in accurate ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫ്രേസസ് വെച്ചിട്ട് നമുക്ക് ഒരു റിക്വസ്റ്റ് വെക്കാമെന്നുള്ളതാണ്. യൂഷ്വലി നമ്മളുടെ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ നമ്മൾ വയ്ക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്നുള്ളത്. സെൻറ്റൻസ് നല്ല ഫ്രെയിം ചെയ്തേക്കുന്ന സെൻറ്റൻസ് ആണ്. യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് വൺ. ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന വെർബ് അനുസരിച്ചാണ് എന്ത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണ് നമ്മൾ അവർക്ക് വെച്ചേക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അല്ലേ. ഇഫ് യു കുഡ് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന വെർബ് പോലെ ഇരിക്കും എന്ത് റിക്വസ്റ്റ് ആണെന്നുള്ളത്. അത് ചിലപ്പോൾ ഇഫ് യു കുഡ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇഫ് യു കുഡ് അസസ് ആയിരിക്കാം, ഇഫ് യു കുഡ് മോണിറ്റർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇഫ് യു കുഡ് പെർഫോം ആയിരിക്കാം. അപ്പോൾ ഈ പറയുന്ന വെർബുകൾ മോണിറ്റർ, പെർഫോം, അസസ്, എഡ്യൂക്കേറ്റ് പോലെയുള്ള ആ ഒരു പർട്ടിക്കുലർ വെർബ് പോലെയാണ് എന്ത് ടൈപ്പ് ഓഫ് കെയർ ആണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ന് വരുന്നത്. ഐ ക്യാൻ സേ എക്സാമ്പിൾസ് ഫോർ ദാറ്റ് വൺ. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് കഴിഞ്ഞിട്ട് പെർഫോം ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇഫ് യു കുഡ് പെർഫോം എൻ അസസ്മെൻറ്റ് ഫോർ ഹിസ് ഹൗസ് ആൻഡ് മേക്ക് എനി നെസസറി മോഡിഫിക്കേഷൻസ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു അസസ്മെൻറ്റ് നടത്തി എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ നടത്തുക എന്നുള്ളതാണ്. സോ ഇതുപോലൊരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഇതുപോലൊരു റിക്വസ്റ്റ് നിങ്ങൾ കാണുവാണെങ്കിൽ യു ക്യാൻ യൂസ് ദ സെൻറ്റൻസ്. അടുത്തത് മോണിറ്റർ വെച്ച് നോക്കാം. മോണിറ്റർ എന്ന് പറയുമ്പോൾ വെയിറ്റ് ആയിരിക്കാം, BP ആയിരിക്കാം, ചിലപ്പോൾ വൂണ്ട് ആയിരിക്കാം അല്ലേ. ഇതിനൊക്കെ നമുക്ക് മോണിറ്ററിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് മോണിറ്റർ ഹിസ് വൂണ്ട് ആൻഡ് അപ്ലൈ ഡ്രസ്സിങ്സ് എന്ന് കൊടുക്കാം. പിന്നെ വരുന്നത് അസസ് ആണ്. എന്തായിരിക്കും അസസ് ചെയ്യുന്നത്? പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം വേണമോ എന്ന് തീരുമാനിക്കാനായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇഫ് യു കുഡ് അസസ് ഹിം ഫോർ ദ പോസിബിലിറ്റി ഓഫ് സർജറി എന്ന് പറയാം. ഓക്കെ, ഇനി ഇറ്റ് വുഡ് ബി ഒരു അധികം നമുക്കൊരു റിക്വസ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ സെൻറ്റൻസും നമുക്ക് ഇറ്റ് വുഡ് ബി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ ജസ്റ്റ് ആഡ് അനദർ സെൻറ്റൻസ്. കുഡ് യു നമുക്ക് വെച്ച് പറയാം. കുഡ് യു പ്ലീസ് മോണിറ്റർ, അതല്ലെങ്കിൽ കൈൻഡ്ലി മോണിറ്റർ. ഓക്കെ, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർബ്സ് വെച്ച് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് പറയുക. ഓക്കെ, ഇനി എന്താണ് ഇൻഫോമിങ് എന്ന് പറയുന്നതും റിക്വസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഇൻഫോമിങ്ങും റിക്വസ്റ്റിങ്ങും രണ്ടും രണ്ടാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ റിക്വസ്റ്റ് വെക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് യൂഷ്വലി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, പേഷ്യൻ്റ് റിസീവ് ചെയ്ത മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കും. അതുപോലെ പേഷ്യൻറ്റിൻ്റെ കറണ്ട് കണ്ടീഷൻ എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ഇൻ്റർവെൻഷൻസ് മറ്റ് പ്രൊഫഷണൽസ് അവരെ വന്ന് കാണുകയോ അവരെന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് പേഷ്യൻ്റ് എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും അപ്കമ്മിങ് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തിനെക്കുറിച്ചൊക്കെയാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത്. എന്തൊക്കെയാണ്? ഐ ക്യാൻ റിപ്പീറ്റ് ഇറ്റ് വൺസ് മോർ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവാം, മെഡിക്കേഷൻസ് ആയിരിക്കാം, കറണ്ട് കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നടത്തിയ ഇൻ്റർവെൻഷൻസിനെ കുറിച്ചായിരിക്കാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചർ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ആയിരിക്കാം. ഓക്കെ, ഇനി എന്തെല്ലാം ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ റീഡറിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, പേഷ്യൻറ്റിന് റിസീവ് ചെയ്യേണ്ട ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ റിക്വസ്റ്റ് വയ്ക്കാം. അതല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് കൺഫേം ആയിട്ടില്ല, സോ അതൊന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞ് നമുക്ക് റിക്വസ്റ്റ് വയ്ക്കാം. ഫോളോ അപ്പ് കെയർ യൂഷ്വലി നമുക്ക് വരുന്ന ആസ് എ നേഴ്സ് കൂടുതൽ വരുന്ന ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് വിൽ ബി ഫോർ ഫോളോ അപ്പ് കെയർ ആയിരിക്കാം, ഫർദർ ടെസ്റ്റ് ആയിരിക്കാം, മാനേജ്മെൻറ്റ് ആയിരിക്കാം, സംടൈംസ് ഇറ്റ് ക്യാൻ ബി മോണിറ്ററിങ് ഓഫ് വൂണ്ട് കെയർ. ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ റിസീവറിനോട് റിക്വസ്റ്റ് വയ്ക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് പറഞ്ഞു തരാം. എക്സാമ്പിൾസ് ഓഫ് ഇൻഫോർമേഷൻ കൊടുക്കുന്നതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ, അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഹാസ് ബീൻ അറേഞ്ച്ഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോയിൻമെൻറ്റ് ഈസ് അല്ല, വോസ് അല്ല, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. അപ്പോയിൻമെൻറ്റ് ഹാസ് ബീൻ അറേഞ്ച്ഡ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഷീ വിൽ അറ്റൻഡ് ഫിസിയോതെറാപ്പി വൺസ് എ വീക്ക്. അതും ഒരു ഇൻഫോർമേഷനാണ്, ഓൾറെഡി അത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ഷീ വിൽ അറ്റൻഡ് ഫിസിയോതെറാപ്പി വൺസ് ഇൻ എ വീക്ക് എന്ന് പറയാം. പിന്നെ ഹിസ് സ്റ്റാപ്പിൾസ് ആർ ഡ്യൂ ടു ബി റിമൂവ്ഡ്. ഓക്കെ, അതും ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഹിസ് സ്റ്റാപ്പിൾസ് ആർ ഡ്യൂ ടു ബി റിമൂവ്ഡ് ഓൺ ഇൻ എ പർട്ടിക്കുലർ ഡേറ്റ് എന്നും പറയാം. ഓക്കെ, സോ ഇനി എക്സാമ്പിൾസ് ഓഫ് റിക്വസ്റ്റിംഗ് നമുക്ക് നോക്കാം. It would be, as I mentioned earlier, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, സെയിം വേ തന്നെ പറഞ്ഞാൽ മതി. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ്, എന്നിട്ട് വെർബ് വെച്ച് നിങ്ങൾ ഓരോന്ന് മോണിറ്ററോ അസസോ എഡ്യൂക്കേറ്റോ എന്താണെന്ന് വെച്ചാൽ പറയാം. അതുപോലെ തന്നെ യുവർ ഫർദർ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ മിസ്റ്റർ എക്സ് ഇൻ കംപ്ലീറ്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട് എന്നും പറയാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഹൗ ടു റെക്കഗ്നൈസ് ദി ആക്ഷൻ റീഡർ നീഡ്സ് ടു ടേക്ക്. എങ്ങനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും റീഡർ എടുക്കേണ്ടത് ആക്ഷൻ ആണോ? ഓക്കെ, റീഡർ എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ഡിസ്ചാർജ് പ്ലാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അല്ലേ? കാരണം ഡിസ്ചാർജ് പ്ലാനിൽ ചിലപ്പോൾ 4, 5, 6, 7 ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ചിലതൊക്കെയാണ് നമ്മുടെ റീഡർ നമുക്ക് ചെയ്തു തരേണ്ടത്, മറ്റ് ചിലത് ഇൻഫർമേഷനാണ്, ജസ്റ്റ് നമ്മൾ അവരോട് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാനൊരു ഡിസ്ചാർജ് പ്ലാനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ഇപ്പോൾ ഡിസ്ചാർജ് പ്ലാനിൽ നമുക്ക് തന്നേക്കുന്നത് ഡ്രസ്സിങ് ടു ലെഗ് അൾസർ 3 വീക്ക് റിപ്പോർട്ട് ചെയ്യണം, പെയിൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും ഡോക്ടറിന് ഇൻഫർമേഷൻ കൊടുക്കണം. ഇതാണ് നമ്മുടെ ഒരു ഡിസ്ചാർജ് പ്ലാൻ എന്ന് വിചാരിക്കുക. രണ്ടാമത്തേത് മോണിറ്റർ ചെയ്യണം HB ലെവല്, ബ്ലഡ് ടെസ്റ്റ് വൺസ് ഇൻ എ വീക്ക്. ഓക്കെ, മൂന്നാമത്തെ തന്നേക്കുന്നത് മോണിറ്റർ ചെയ്യണം, ഇതുപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്യണം, എന്നിട്ട് എൻകറേജ് ലോ ഷുഗർ ഡയറ്റ്. ഓക്കെ, ഇതാണ് 3 തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? ഡ്രസ്സിങ്, അൾസറിൽ ഡ്രസ്സിങ് ചെയ്യണം, അത് ത്രൈസ് വീക്ക്ലി ആണ് ചെയ്യേണ്ടത്. പിന്നെയോ മോണിറ്റർ ചെയ്യണം, HB ലെവൽ മോണിറ്റർ ചെയ്യണം, അതുപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എൻകറേജ് ചെയ്യണം ലോ ഷുഗർ ഡയറ്റ്. ഇനി തന്നേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് ഡയബറ്റിക് ക്ലിനിക്കിൽ ഇന്ന ഡേറ്റിൽ, അത് ഡയബറ്റിക് ഓവർവ്യൂവിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഡിസ്ചാർജ് പ്ലാനിൽ തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് റീഡർ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ളത്? ആദ്യത്തെ 3 അല്ലേ? കാരണം അവരവിടെ ഡ്രസ്സിങ് ചെയ്യണം, നമ്മൾ റിക്വസ്റ്റ് വെക്കണം അവരുടെ അടുത്തല്ലേ, ഡ്രസ്സിങ് ചെയ്യണം. അതുപോലെ മോണിറ്റർ ചെയ്യേണ്ടത് HB ലെവലും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരോട് റിക്വസ്റ്റ് വെക്കേണ്ടത്. നാലാമത്തെ അപ്പോയിൻമെൻറ്റ് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തേക്കുന്നതാണ്, അത് ഓൾറെഡി ഇൻഫോംഡും ആണ്. അപ്പോൾ അതെന്താ നമ്മൾ ചെയ്യേണ്ടത്? അത് അവർക്കൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ നമ്മൾ റിക്വസ്റ്റ് വെക്കരുത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ആൻഡ് ഐ ആം റെഡി ടു ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, പിന്നെ another thing which I would like to tell you is that ഞങ്ങൾ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കോലഞ്ചേരിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, MOSC മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ചേർന്നാണ്. ഓക്കെ, if you are interested for either online or offline classes, please let me know about it and we are ready to help you out. Thank you.